ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടെ അടുത്ത ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് ചാപ്റ്റർ 2 ആണ്. അപ്പോൾ കഴിഞ്ഞ ഏതാനും പാർട്ടുകളിലായിട്ട് നമ്മൾ ചാപ്റ്റർ 1 കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ ഈ വീഡിയോയുടെ താഴെ പോയാൽ നിങ്ങൾക്ക് ചാപ്റ്റർ 1ൻ്റെ മുഴുവൻ ലിങ്കുകളും കാണാം. അതോടൊപ്പം തന്നെ ഈ ക്ലാസ്സിൻ്റെ നോട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്കിനി നേരെ ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോവാം. നമ്മൾ ചാപ്റ്റർ 2 പറഞ്ഞു, അതിൻ്റെ പേര് കമ്പനി അക്കൗണ്ട്സ് ഇഷ്യൂ ഓഫ് ഷെയർസ് എന്നാണ്. അപ്പോൾ ഇതിൽ കമ്പനി അക്കൗണ്ടുകളാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അതിൽ ഷെയർ ഇഷ്യൂ, ഓഹരികൾ ഇഷ്യൂ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ പാർട്ട് 1 ആണ്, ലെക്ചർ നമ്പർ 8. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന പ്രധാന ടോപ്പിക്കുകൾ ഏതെല്ലാം മനസ്സിലാക്കാം. ആദ്യം കമ്പനി എന്താണ്, അതിൻ്റെ ഒരു മീനിങ്, അതുപോലെ ഡെഫിനിഷൻ, കമ്പനിയുടെ ഫീച്ചേഴ്സ്, പിന്നെ കമ്പനിയുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഏതൊക്കെയാണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടുന്നത്, അതോടൊപ്പം തന്നെ ഷെയർ ക്യാപിറ്റൽ എന്നുള്ള കോൺസെപ്റ്റും അതിൻ്റെ വിവിധ കാറ്റഗറീസും, അതോടൊപ്പം തന്നെ റിസർവ് ക്യാപിറ്റലും അതുപോലെ ക്യാപിറ്റൽ റിസർവും തമ്മിലുള്ള വ്യത്യാസങ്ങൾ, ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട ചില ടോപ്പിക്കുകളാണ്. ഇത് കൂടാതെ വേറെയും കുറച്ച് കാര്യങ്ങൾ വരുന്നുണ്ട്. എന്തായാലും ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ മനസ്സിലാക്കാം. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് കമ്പനിയുടെ മീനിങ് ആൻഡ് ഡെഫിനിഷൻ ഒന്ന് പരിചയപ്പെടാം. ഇവിടെ കമ്പനി എന്നുള്ള ടേം കാണാം. ഈ വാക്ക് നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കോം അതുപോലെ പാനി എന്ന 2 വാക്കുകൾ കിട്ടുന്നു. ഇത് 2 ലാറ്റിനാണ്. അപ്പോൾ ഈ 2 ലാറ്റിൻ വാക്കുകളിൽ നിന്നാണ്, കോം അതുപോലെ പാനി എന്നുള്ള ഈ 2 ലാറ്റിൻ വാക്കുകളിൽ നിന്നാണ് കമ്പനി എന്നുള്ള ഈ ഒരു ഇംഗ്ലീഷ് ടേം അത് ഒറിജിൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് അതിൻ്റെ മീനിങ് എന്താണ്. കോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടുഗദർ എന്നുള്ള മീനിങ് ആണ് ഇംഗ്ലീഷിലുള്ളത്. പാനി എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രെഡ്. അപ്പോൾ എന്തായിരിക്കും അതിൻ്റെ ഒരു മീനിങ് വരിക? ആൻ അസോസിയേഷൻ ഓഫ് പേഴ്സൺസ് ഹു ടേക്ക് ദെയർ മീൽസ് ടുഗദർ എന്നുള്ള രീതിയിലാണ്. അതായത് ഒരു അസോസിയേഷൻ ഓഫ് പേഴ്സൺസ് ആണ്, വ്യക്തികളുടെ ഒരു കൂട്ടായ്മയാണ്. ഹു ടേക്ക് ദെയർ മീൽസ് ടുഗദർ, അവരവരുടെ മീൽസ് ഒന്നിച്ച് ടുഗദർ അവർ ടേക്ക് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? അവരൊന്നിച്ച് വർക്ക് ചെയ്യുന്നു, അവരൊന്നിച്ച് ജോലി ചെയ്യുന്നു. അപ്പോൾ ഒന്നിച്ച് ഒരു കോമൺ ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ട് ജോലി ചെയ്യുന്ന, വർക്ക് ചെയ്യുന്ന ഒരു കൂട്ടം ആളുകളെയാണ് നമ്മൾ കമ്പനി എന്ന് പറയുന്നത്. ആ ഒരു മീനിങ്ങാണ് നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കാവുന്നത്. ഇവിടെ നമുക്കത് വേറെ രീതിയിൽ ഇങ്ങനെ മനസ്സിലാക്കാം. ആൻ അസോസിയേഷൻ ഓഫ് പേഴ്സൺസ് ഹു കം ടുഗദർ, ഒരു കൂട്ടായ്മ തന്നെയാണ്, വ്യക്തികളുടെ കൂട്ടായ്മയാണ്. അവരൊരു കോമൺ പർപ്പസിന് വേണ്ടി ഒന്നിക്കുന്നു. അപ്പോൾ ഒരു പൊതു ലക്ഷ്യത്തിന് വേണ്ടി ഒന്നിച്ച് ചേരുന്ന ഒരു ആളുകളുടെ കൂട്ടത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഒരു കമ്പനി എന്ന രീതിയിൽ നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, ഇതാണ് അതിൻ്റെ ഒരു മീനിങ്. ഇനി നമുക്ക് ഏതാണ് ചില ഡെഫിനിഷൻസ് നോക്കാം. കമ്പനീസ് ആക്ട് 2013 ഡിഫൈൻസ് എ കമ്പനി ആസ്, 2013 കമ്പനി നിയമപ്രകാരം കമ്പനിയെ എങ്ങനെ ഡിഫൈൻ ചെയ്യുന്നു? എ കമ്പനി രജിസ്റ്റേർഡ് അണ്ടർ ദിസ് ആക്ട്, ഈ നിയമത്തിന്റെ കീഴിൽ എന്ന് പറയുമ്പോൾ 2013 എന്ന ഈ കമ്പനി നിയമത്തിന്റെ കീഴിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു കമ്പനിയാണ് കമ്പനി. അതല്ലെങ്കിൽ ഓർ അണ്ടർ എനി പ്രീവിയസ് ആക്ട്, ഇതിന്റെ മുമ്പുള്ള ഏതെങ്കിലും ആക്ടിന്റെ കീഴിലോ. കാരണം 2013 മുമ്പ് 1956 ഉണ്ടായിരുന്നു, അത് മോഡിഫൈ ചെയ്ത് വന്നതാണ് പിന്നീട് 2013 വന്നിട്ടുള്ളത്. ഓക്കെ, അതിനുശേഷം വീണ്ടും ഇത് അമെൻമെന്റ് ഒക്കെ വന്നിട്ടുണ്ട്, 2020 ഒക്കെ വന്നിട്ടുണ്ട് വീണ്ടും. അപ്പോൾ എന്തായാലും ഈ ഡെഫിനേഷൻ മനസ്സിലാക്കി വെക്കുക. അപ്പോൾ 2013 മുമ്പേ കമ്പനികളുണ്ട്, കമ്പനി നിയമവും ഉണ്ട്. അപ്പോൾ അന്നത്തെ കമ്പനി നിയമത്തിന്റെ കീഴിൽ രജിസ്റ്റർ ചെയ്ത കമ്പനി ആവാം, അല്ലെങ്കിൽ ഈ കമ്പനി നിയമത്തിന്റെ കീഴിൽ രജിസ്റ്റർ ചെയ്ത കമ്പനി ആവാം. അതിനെയാണ് കമ്പനി എന്ന് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ഇനി ജസ്റ്റിസ് ജെയിംസിന്റെ ഒരു ഡെഫിനേഷൻ നമുക്ക് ഇവിടെ കാണാം. എ കമ്പനി ഈസ് ആൻ അസോസിയേഷൻ ഓഫ് പേഴ്സൺസ്, നേരത്തെ മനസ്സിലാക്കിയതാണ്. യുണൈറ്റഡ് ഫോർ എ കോമൺ ഒബ്ജക്റ്റ്, ഒരു പൊതുവായിട്ടുള്ള ലക്ഷ്യം, അതിന് വേണ്ടിയിട്ട് ഒന്നിച്ചു ചേരുന്ന ഒരു വ്യക്തികളുടെ ഒരു കൂട്ടായ്മയാണ് നമ്മൾ കമ്പനി എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് കമ്പനിയുടെ ഒരു മീനിങ് ആൻഡ് ഡെഫിനിഷൻ. ഇനി കമ്പനിയുടെ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കാം. ക്യാരക്ടറിസ്റ്റിക്സ് നോക്കുമ്പോൾ ദി എസെൻഷ്യൽ ഫീച്ചേഴ്സ് എന്നും പറയാം കേട്ടോ. ഓഫ് എ കമ്പനി ആർ ആസ് ഫോളോസ്. ഏതൊക്കെയാണ്? ഒന്ന്, ഇറ്റ്സ് എ വോളണ്ടറി അസോസിയേഷൻ ഓഫ് മെനി പേഴ്സൺസ്, പല ആളുകളുടെയും, ഒരുപാട് ആളുകളുടെ ഒരു വളണ്ടറി അസോസിയേഷനാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വമേധയാലുള്ള ഒരു അസോസിയേഷനാണ്. ഇവിടെ യാതൊരു കമ്പൽഷനും ഇല്ല. രണ്ടാമത്തെ കാര്യം, ഇറ്റ് ഹാസ് എ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ഓർ എക്സിസ്റ്റൻസ് അപ്പാർട്ട് ഫ്രം ഇറ്റ്സ് മെമ്പേഴ്സ്. അതിൻ്റെ മെമ്പേഴ്സിൽ നിന്ന്, കമ്പനിയിലെ ഷെയർ ഹോൾഡേഴ്സ് അല്ലെങ്കിൽ മെമ്പേഴ്സ്, അതിൽ നിന്നും വേറിട്ട ഒരു ലീഗലായിട്ടുള്ള എൻറ്റിറ്റി, ഒരു വേറിട്ട നിലനിൽപ്പ്, നിയമപരമായ നിലനിൽപ്പ് ഏതിനുണ്ടായിരിക്കും? ഒരു കമ്പനിക്ക് ഉണ്ടായിരിക്കും. മനസ്സിലായല്ലോ? അപ്പോൾ കമ്പനി വേറെ, അതിൻ്റെ മെമ്പേഴ്സ് വേറെ, മെമ്പേഴ്സിൽ നിന്ന് വേറിട്ട ഒരു നിയമപരമായ അസ്തിത്വം ആ സ്ഥാപനത്തിന് ഉണ്ട്. മറ്റൊന്ന്, ഇറ്റ് ഹാസ് എ പെർപെച്വൽ സക്സഷൻ, അതിന് സ്ഥായിയായിട്ടുള്ള നിലനിൽപ്പുണ്ടായിരിക്കും എന്നുള്ളതാണ്. ദാറ്റ് മീൻസ് ഇറ്റ് ഹാസ് കണ്ടിന്യൂസ് എക്സിസ്റ്റൻസ്, സ്ഥിരമായിക്കൊണ്ടുള്ള സ്ഥായിയായിട്ടുള്ള എക്സിസ്റ്റൻസ് ഉണ്ടായിരിക്കും.
4, ഇറ്റ് ഈസ് ആൻ ആർട്ടിഫിഷ്യൽ പേഴ്സൺ ക്രിയേറ്റഡ് ബൈ ലോ. നിയമത്താൽ സൃഷ്ടിക്കപ്പെടുന്ന ഒരു കൃത്രിമമായിട്ടുള്ള വ്യക്തിയാണിത്. കാരണം നിയമത്താലാണ് ഒരു കമ്പനി രൂപീകരിക്കപ്പെടുന്നത്, നിലവിൽ വരുന്നത്. അപ്പോൾ ഒരു വ്യക്തി ഒരു സാധാരണ ഒരു നാച്ചുറൽ പേഴ്സണ് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ അതെല്ലാം തന്നെ ഒരു കമ്പനിക്കും കമ്പനിയുടെ സ്വന്തം പേരിൽ തന്നെ ചെയ്യാവുന്നതാണ്. അതുകൊണ്ടാണ് ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ എന്ന പേരിൽ അതിനെ പറയപ്പെടുന്നത്. 5, ദി ലിയബിലിറ്റി ഓഫ് ദ ഷെയർ ഹോൾഡേഴ്സ് ഈസ് ലിമിറ്റഡ് ടു ദി എക്സ്റ്റെന്റ് ഓഫ് ദ വാല്യൂ ഓഫ് ഷെയർസ് ഹെൽഡ് ബൈ ദം. ഇനി ഈ കമ്പനിയിലെ ഷെയർ ഹോൾഡേഴ്സിന്റെ ഉടമസ്ഥരുടെ ബാധ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ എത്രത്തോളം രൂപയുടെ ഷെയർ ആണോ കൈവശം വെക്കുന്നത് അത്രമാത്രമായിരിക്കും അവരുടെ ബാധ്യത എന്ന് പറയുന്നത്. 6, ഇറ്റ് ഹാസ് എ കോമൺ സീൽ. കമ്പനിക്ക് ഒരു കോമൺ സീൽ ഉണ്ടായിരിക്കും. അത് കമ്പനിയുടെ സിഗ്നേച്ചർ എന്ന രീതിയിൽ കൺസിഡർ ചെയ്യുന്നു. മനുഷ്യർക്കൊക്കെ നമുക്ക് സൈൻ ചെയ്യാറുണ്ടല്ലോ നമ്മൾ, അതുപോലെ കമ്പനി ഒരു വ്യക്തിയാണ്, പക്ഷേ ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ്. അതുകൊണ്ട് തന്നെ അതിന് സൈൻ ചെയ്യുന്നതിന് പകരം അത് ചെയ്യുന്നത് സീൽ വെക്കുക എന്നുള്ളതാണ്. കമ്പനിക്ക് ഒരു കോമൺ സീൽ ഉണ്ടായിരിക്കും. 7 is it is managed by the board of directors. കമ്പനി മാനേജ് ചെയ്യുന്ന ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്ന് പറയുന്ന ഒരു കൂട്ടം ആളുകളാണ്. 8, ദ ഷെയർസ് ഓഫ് കമ്പനി ആർ ഫ്രീലി ട്രാൻസ്ഫറബിൾ. ഒരു കമ്പനിയുടെ ഷെയറുകൾ നമുക്ക് ഫ്രീ ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യാം. ഫ്രീ ആയിട്ട് പറഞ്ഞാൽ പൈസ ഇല്ലാതെ ട്രാൻസ്ഫർ ചെയ്യാന്നുള്ളതല്ല, കാര്യമായ നിബന്ധനകളോ നിയന്ത്രണങ്ങളോ ഒന്നും കൂടാതെ ട്രാൻസ്ഫർ ചെയ്യാം എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. 9, എ പ്രൈവറ്റ് കമ്പനി മസ്റ്റ് ഹാവ് എ മിനിമം പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ. ഒരു പ്രൈവറ്റ് കമ്പനിക്ക് അടച്ചു തീർത്ത മൂലധനം മിനിമം 1 ലക്ഷം രൂപ ഉണ്ടായിരിക്കണം. വൈൽ എ പബ്ലിക് കമ്പനി മസ്റ്റ് ഹാവ് എ മിനിമം പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ ഓഫ് ₹5 lakh. എന്നാൽ ഒരു പബ്ലിക് കമ്പനി ആണെങ്കിൽ അതിന് മിനിമം 5 ലക്ഷം രൂപ അടച്ചു തീർത്ത മൂലധനം ഉണ്ടായിരിക്കണം. പ്രൈവറ്റ് കമ്പനിക്ക് 1 ലക്ഷവും പബ്ലിക് കമ്പനിക്ക് 5 ലക്ഷവുമാണ് മിനിമം എമൗണ്ട് ആയിട്ട് പറയുന്നത്. അപ്പോൾ ദീസ് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് എ കമ്പനി. ഇനി നമുക്ക് മനസ്സിലാക്കാനുള്ളത് ഏതൊക്കെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആണ് ഒരു കമ്പനി മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് എന്നതാണ്. ഇപ്പോൾ സെക്ഷൻ 213 പ്രകാരം കമ്പനീസ് ആക്ട് ആണ് ഇവിടെ എല്ലാം പറയുന്നത്. സെക്ഷൻ വരുന്നതൊക്കെ കമ്പനീസ് ആക്ട് ആയിരിക്കും. അപ്പോൾ ഒരു കമ്പനി ബുക്സ് ഓഫ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യണം, അവരുടെ അക്കൗണ്ട് ബുക്കുകൾ മെയിൻറ്റെയിൻ ചെയ്യണം. ആ അക്കൗണ്ട് ബുക്കുകൾ എന്ന് പറയുമ്പോൾ അതിൽ എന്തെല്ലാം വരുന്നതാണ്, താഴെ പറയുന്നതുമായി ബന്ധപ്പെട്ട റെക്കോർഡ്സ് എല്ലാം തന്നെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ വരുന്നതാണ്. അതായത് ഓൾ സംസ് ഓഫ് മണി റിസീവ്ഡ് ആൻഡ് എക്സ്പെൻഡഡ്, ഇവർ സ്വീകരിക്കുന്ന ഈ കമ്പനിക്ക് കിട്ടുന്ന മുഴുവൻ തുകയും അതുപോലെ തന്നെ അവർ ചെലവഴിക്കുന്ന മുഴുവൻ തുകയും അതുമായി ബന്ധപ്പെട്ട റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യണമെന്നർത്ഥം. 2, ഓൾ സെയിൽസ് ആൻഡ് പർച്ചേസ് ഓഫ് ഗുഡ്സിന്റെ സെയിലും അതുപോലെ പർച്ചേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അസറ്റും ലിയബിലിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതുപോലെ തന്നെ സെക്ഷൻ 148 പ്രകാരം വരുന്ന കാര്യങ്ങളുണ്ട്. അത് ചില പ്രത്യേക കമ്പനി ആണെങ്കിൽ മാത്രമാണ് അങ്ങനെ വരുന്നത്. അപ്പോൾ അതിൽ പറഞ്ഞിട്ടുള്ള ഐറ്റംസ് ഓഫ് കോസ്റ്റ് ഐറ്റംസ് ഉണ്ട്, അതും തന്നെ മെയിൻറ്റെയിൻ ചെയ്യണം. അത് എല്ലാ കമ്പനികൾക്കും ബാധകമല്ല, അത് ബാധകമായിട്ട് വരുന്ന കമ്പനി അത് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ ഇതെല്ലാമാണ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യണം എന്ന് പറയുമ്പോൾ അതിനകത്ത് വരുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇനി നമുക്ക് അതുമായി ബന്ധപ്പെട്ട് ചില പ്രൊവിഷൻസ് കൂടെ ഉണ്ട്, ലീഗൽ പ്രൊവിഷൻസ് റിലേറ്റഡ് ടു ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. ഈ അക്കൗണ്ട് ബുക്കുകൾ കീപ്പ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില നിയമപരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ അതിൽ സെക്ഷൻ 128 പ്രകാരമാണ് ഈ കാര്യങ്ങളെല്ലാം തന്നെ പറയുന്നത്. ആദ്യത്തെ കാര്യം ലൊക്കേഷൻ ഓഫ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആണ്. ഈ കണക്ക് ബുക്കുകൾ അല്ലെങ്കിൽ അക്കൗണ്ട് ബുക്കുകൾ എവിടെയാണ് സൂക്ഷിക്കേണ്ടത് എന്നുള്ളതാണ് അതിൽ ലൊക്കേഷൻ. ടു ബി കെപ്റ്റ് അറ്റ് ദ രജിസ്റ്റേർഡ് ഓഫീസ് ഓഫ് ദ കമ്പനി. അത് കമ്പനിയുടെ രജിസ്റ്റേർഡ് ഓഫീസ് എവിടെയാണോ അവിടെയാണ് സൂക്ഷിക്കേണ്ടത്. ഇനി രജിസ്റ്റേർഡ് ഓഫീസിൽ അല്ലാതെയും സൂക്ഷിക്കാം. അങ്ങനെയാണെങ്കിൽ ദിസ് മാറ്റർ ഈസ് ടു ബി ഇൻഫോംഡ് ദ രജിസ്ട്രാർ. രജിസ്ട്രാർ ആ കാര്യം അറിയിക്കണം വിതിൻ 7 days ഓഫ് സച്ച് എ ഡിസിഷൻ ടേക്കൺ ബൈ ദ ബോർഡ്. അപ്പോൾ ഈ ബോർഡാണല്ലോ തീരുമാനിക്കുക, കമ്പനിയുടെ ഡയറക്ടർ ബോർഡ്. അപ്പോൾ ഡയറക്ടർ ബോർഡ് അവരുടെ രജിസ്റ്റേർഡ് ഓഫീസിലല്ല മറ്റൊരു സ്ഥലത്ത് കീപ്പ് ചെയ്യാമെന്ന് തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ ആ തീരുമാനം എടുത്ത് 7 ദിവസത്തിനകം ആ കാര്യം കമ്പനി രജിസ്ട്രാറെ അറിയിച്ചിരിക്കണം. അതാണ് അതുമായി ബന്ധപ്പെട്ട ഒരു റൂള്. രണ്ടാമത്തെ കാര്യം പ്ലേസ് ഓഫ് ബ്രാഞ്ച് ബുക്സ് ആണ്. ഈ കമ്പനികൾക്ക് ബ്രാഞ്ച് ഉണ്ട് എങ്കിൽ, ബ്രാഞ്ചുകളുള്ള കമ്പനിയാണ്, ഇന്ത്യയിലാവട്ടെ അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്താവട്ടെ, അങ്ങനെയാണെങ്കിൽ അവർ ആ ബ്രാഞ്ചിൽ അല്ലെങ്കിൽ ബ്രാഞ്ചുകളിലാണ് ആ ബ്രാഞ്ചുമായി ബന്ധപ്പെട്ട ബുക്സ് ഓഫ് അക്കൗണ്ട്സ് എല്ലാം തന്നെ കീപ്പ് ചെയ്യേണ്ടത്. മൂന്നാമത്തത് മെത്തഡ് ഓഫ് പ്രിപ്പറേഷൻ ആണ്. ഇവരെങ്ങനെ ഈ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യണം. ഡബിൾ എൻട്രി സിസ്റ്റം ഫോളോ ചെയ്യണം. അതോടൊപ്പം തന്നെ അക്രൂവൽ സിസ്റ്റം ആയിരിക്കണം അവർ അക്കൗണ്ടിങ്ങിൽ ഫോളോ ചെയ്യേണ്ടത്. അതുപോലെ ഈ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് എല്ലാം തന്നെ ഒരു ട്രൂ ആൻഡ് ഫെയർ വ്യൂ കാണിക്കണം. കമ്പനിയുടെ സ്റ്റേറ്റ് ഓഫ് അഫയേഴ്സുമായി ബന്ധപ്പെട്ട ശരിയായ ട്രൂ ആയിട്ടുള്ള അതിൻ്റെ ഒരു ഫെയർ ആയിട്ടുള്ള വ്യൂ നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ പറ്റണം. ആ രീതിയിൽ വേണം അത് പ്രിപ്പയർ ചെയ്യാൻ. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് നാലാമത്തത് മെയിൻറ്റെയിൻ ഇൻ ഇലക്ട്രോണിക് ഫോം ഇൻ സച്ച് മാനർ ആസ് മേ ബി പ്രിസ്ക്രൈബ്ഡ്.
ഇനി ഇതിന്റെ ഇലക്ട്രോണിക് ഫോമിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് നിർദ്ദേശിച്ചിട്ടുള്ളത് എങ്കിൽ അതുപോലെ ഈ ബുക്സ് ഓഫ് അക്കൗണ്ട്സിന്റെ എല്ലാം ഇലക്ട്രോണിക് കോപ്പി അവർ മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളതാണ്. അഞ്ചാമത്തത് പ്രിസർവേഷൻ ഓഫ് ബുക്സ് ആൻഡ് അക്കൗണ്ട്സ് ആണ്. ബുക്സ് ഓഫ് അക്കൗണ്ട്സ് പ്രിസർവ് ചെയ്യുക, അത് എത്ര കാലത്തോളം അവർ സൂക്ഷിച്ചു വെക്കണം എന്നുള്ളതാണ്. അപ്പോൾ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് അതിന്റെ റെലവെന്റ് ആയിട്ടുള്ള വൗച്ചേഴ്സുമായിട്ട്, ഇപ്പോൾ പേയ്മെന്റ് റെസിപ്റ്റ് ഒക്കെ ആണെങ്കിൽ കൺസേൺ ആയിട്ടുള്ള സപ്പോർട്ടിംഗ് ആയിട്ടുള്ള വൗച്ചേഴ്സ് ഉണ്ടാവും. അപ്പോൾ ഈ വൗച്ചേഴ്സ് സഹിതം ബുക്സ് ഓഫ് അക്കൗണ്ട്സ് അവർ മെയിൻറ്റെയിൻ ചെയ്യണം. ഫോർ നോട്ട് ലെസ് ദാൻ 8 ഫിനാൻഷ്യൽ ഇയേഴ്സ് ഇമ്മീഡിയറ്റ്ലി പ്രൊസീഡിംഗ് റെലവെന്റ് ഫിനാൻഷ്യൽ ഇയർ. അതായത് ഇപ്പോൾ നിലവിലുള്ള ഫിനാൻഷ്യൽ ഇയറിന്റെ തൊട്ട് മുമ്പേ വരുന്ന 8 വർഷക്കാലത്തിൽ കുറയാത്ത കാലയളവിലേക്കുള്ളത് സൂക്ഷിച്ചു വെക്കണം. അതോടൊപ്പം തന്നെ all the preceding years in case the company had been in existence for a period of less than 8 years. ഒരു 8 വർഷക്കാല അളവിൽ താഴെയാണ് ഈ കമ്പനി രൂപീകരിച്ചിട്ടായിട്ടുള്ളത്. അതായത് 8 വർഷം ആയില്ല എങ്കിൽ മുമ്പേ ഉള്ള ഈ പ്രീവിയസ് ഇയർ പിന്നെ തൊട്ട് മുമ്പേ ഉള്ള എല്ലാ പ്രൊസീഡിങ് ഇയേഴ്സിലെയും അക്കൗണ്ട്സ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് അവർ മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. ഓക്കെ. ഇനി ആറാമത്തെ ഒരു കാര്യം, ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഷാൾ ബി ഓപ്പൺ ഫോർ ഇൻസ്പെക്ഷൻ അറ്റ് ദ രജിസ്റ്റേർഡ് ഓഫീസ്. അതിന്റെ ഇൻസ്പെക്ഷനുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഇവരുടെ രജിസ്റ്റേർഡ് ഓഫീസിൽ അത് ഇൻസ്പെക്ഷനായിട്ട് വെച്ചിരിക്കണം എന്നുള്ളതാണ്. ഇൻസ്പെക്ഷൻ അവൈലബിൾ ആവുന്ന രീതിയിൽ കീപ്പ് ചെയ്യണം. പിന്നെ ഏഴാമത്തെ കാര്യം റെസ്പോൺസിബിലിറ്റി ഓഫ് കീപ്പിംഗ് ദ ബുക്സ് ആണ്. അത് ആരിൽ വെസ്റ്റഡ് ആയിരിക്കും? ഒന്നതിന്റെ MD ആണ്, മാനേജിംഗ് ഡയറക്ടർ, അല്ലെങ്കിൽ ഹോൾ ടൈം ഡയറക്ടർ ഇൻ ചാർജ് ഓഫ് ഫൈനാൻസ് ചാർജുള്ള ഹോൾ ടൈം ഡയറക്ടർ, അല്ലെങ്കിൽ അവരുടെ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ ആണ്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും വ്യക്തി കമ്പനി ആരെയാണോ ചുമതലപ്പെടുത്തുന്നതെങ്കിൽ അദ്ദേഹത്തിനായിരിക്കും ഈ ബുക്സ് കീപ്പ് ചെയ്യുന്നതിനുള്ള റെസ്പോൺസിബിലിറ്റി. ഓക്കെ. അപ്പോൾ ഇത്രയാണ് അതുമായി ബന്ധപ്പെട്ട ലീഗൽ പ്രൊവിഷൻസ് ഉള്ളത്. ഇനി ഏതൊക്കെയാണ് സ്റ്റാറ്റ്യൂട്ടറി ബുക്സ് ടു ബി മെയിൻറ്റെയിൻഡ് ബൈ എ കമ്പനി എന്നതാണ്. ഒരു കമ്പനി മെയിൻറ്റെയിൻ ചെയ്യേണ്ട സ്റ്റാറ്റ്യൂട്ടറി ബുക്സ് ഏതെല്ലാം? സ്റ്റാറ്റ്യൂട്ടറി ബുക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റാറ്റ്യൂട്ട് പ്രകാരം, അതായത് കമ്പനീസ് ആക്ട് ആണല്ലോ ഇവിടെ. അപ്പോൾ കമ്പനീസ് ആക്ട് 2013 പ്രകാരം ഒരു കമ്പനി മെയിൻറ്റെയിൻ ചെയ്തിരിക്കേണ്ട, നിർബന്ധമായി മെയിൻറ്റെയിൻ ചെയ്യേണ്ട ബുക്സ് ആൻഡ് രജിസ്റ്റേഴ്സ് ഉണ്ട്. ഇവയാണ് നമ്മൾ സ്റ്റാറ്റ്യൂട്ടറി ബുക്സ് എന്ന് പറയുന്നത്. സ്റ്റാറ്റ്യൂട്ടറി ബുക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദീസ് ആർ ദ ബുക്സ് ആൻഡ് രജിസ്റ്റേഴ്സ് ടു ബി മെയിൻറ്റെയിൻഡ് ആസ് പെർ കമ്പനീസ് ആക്ട് 2013. കമ്പനീസ് ആക്ട് 2013 പ്രകാരം മെയിൻറ്റെയിൻ ചെയ്യേണ്ട ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഉണ്ട്, ബുക്സ് ആൻഡ് രജിസ്റ്റേഴ്സ് ഉണ്ട്. അവയാണ് സ്റ്റാറ്റ്യൂട്ടറി ബുക്സ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ അതിന് താഴെ ഒരു ലിസ്റ്റ് കാണാം. ഞാനതെല്ലാം കൂടെ വായിക്കുന്നില്ല. അതിൽ പറഞ്ഞിട്ടുള്ള A മുതൽ M വരെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതെല്ലാം തന്നെയാണ് സ്റ്റാറ്റ്യൂട്ടറി ബുക്സ് എന്നുള്ളത് ഉദ്ദേശിച്ചത്. ഇപ്പോൾ മിനിറ്റ്സ് ബുക്ക് ഉണ്ട്. മീറ്റിങ്ങിന്റെ കാര്യങ്ങളും ഒക്കെ എഴുതി വെക്കുന്ന ബുക്കാണ് മിനിറ്റ്സ് ബുക്ക് എന്നുള്ളത്. അതുണ്ട്. അതുപോലെ രജിസ്റ്റർ ഓഫ് മെമ്പേഴ്സിന്റെ രജിസ്റ്റർ, മെമ്പേഴ്സിന്റെ ഇൻഡെക്സ്, ഡിബഞ്ചർ ഹോൾഡേഴ്സിന്റെ രജിസ്റ്റർ, ഇൻഡെക്സ്, പിന്നെ രജിസ്റ്റർ ഓഫ് ചാർജസ്, രജിസ്റ്റർ ഓഫ് ഡയറക്ടേഴ്സ്, ഷെയർ ഹോൾഡിംഗ്, അതിന് എത്ര ഷെയർ ഹോൾഡിംഗ് ഉണ്ട് അതിന്റെ രജിസ്റ്റർ, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഏതാനും ചില രജിസ്റ്റേഴ്സ് ഉണ്ട്. ഇതെല്ലാം തന്നെയാണ് സ്റ്റാറ്റ്യൂട്ടറി ബുക്സ് എന്നുള്ള ആ ഒരു വിഭാഗത്തിൽ വരുന്നത്. ഓക്കെ. ഇനി നെക്സ്റ്റ് നമുക്ക് ഷെയർ ക്യാപിറ്റൽ എന്നുള്ളൊരു ഭാഗമാണ് മനസ്സിലാക്കാനുള്ളത്. ഷെയർ ക്യാപിറ്റൽ ഓഫ് എ കമ്പനി. ഇവിടെ കുറച്ച് ടേംസ് നമുക്ക് നോക്കാം. വാട്ട് ഈസ് ഷെയർ ക്യാപിറ്റൽ? ഷെയർ ക്യാപിറ്റൽ എന്താണ് എന്നാണ് ആദ്യം മനസ്സിലാക്കാനുള്ളത്. ദ ക്യാപിറ്റൽ ഓഫ് എ കമ്പനി ഈസ് കോൾഡ് ഷെയർ ക്യാപിറ്റൽ. ഒരു കമ്പനിയുടെ ക്യാപിറ്റലിനെയാണ് നമ്മൾ ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെയായിരിക്കും ഷെയർ ക്യാപിറ്റൽ ഉണ്ടാവുന്നത്? ആ കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സ് അവരെടുത്തിട്ടുള്ള ഷെയറിന് വേണ്ടി കമ്പനിയിലേക്ക് പൈസ ഇൻവെസ്റ്റ് ചെയ്യും. ഓക്കെ. ദ എമൗണ്ട് ഇൻവെസ്റ്റഡ് ബൈ ദ ഷെയർ ഹോൾഡേഴ്സ് ആണ്. ആ ഓഹരി ഉടമകൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള തുകയാണ് ടുവേർഡ്സ് ദ ഫേസ് വാല്യൂ ഓഫ് ഷെയർസ് ഈസ് കളക്റ്റീവ്ലി കോൾഡ് ഷെയർ ക്യാപിറ്റൽ. അതായത് ഓരോരോ ഷെയർ ഹോൾഡറും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു. അങ്ങനെ എല്ലാ ഷെയർ ഹോൾഡേഴ്സും അവിടെ മൊത്തത്തിൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള, ഓഹരിയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള തുക, അതിനെ ഒന്നിച്ചു വിളിക്കുന്ന പേരാണ് ഷെയർ ക്യാപിറ്റൽ. ഇറ്റ് ഈസ് ദ ക്യാപിറ്റൽ റൈസ്ഡ് ത്രൂ ദി ഇഷ്യൂ ഓഫ് ഷെയർസ്. മറ്റു രീതിയിലും പറയാം, ഇത് മൂന്നും പല പല മീനിങ്ങുകളാണ്. ഓഹരികൾ ഇഷ്യൂ ചെയ്യുന്നതിലൂടെ റൈസ് ചെയ്യുന്ന ക്യാപിറ്റലിനാണ് ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ആ രീതിയിൽ നമുക്ക് അതിന്റെ മീനിങ് മനസ്സിലാക്കാം. ദെൻ വാട്ട് ഈസ് എ ഷെയർ? ഷെയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇങ്ങനെയുള്ള കമ്പനിയുടെ ക്യാപിറ്റലിനെ ചെറിയ ഈക്വൽ യൂണിറ്റുകളായി ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പൊ ഇങ്ങനെയുള്ള ഓരോ യൂണിറ്റിനെയും വിളിക്കുന്ന പേരാണ് ഷെയർ എന്നുള്ളത്. മനസ്സിലായല്ലോ? അതായത് ക്യാപിറ്റൽ ഓഫ് എ കമ്പനി ഈസ് ഡിവൈഡ് ഇൻടു സ്മോൾ ആൻഡ് ഈക്വൽ യൂണിറ്റ്സ്. ഒരു കമ്പനിയുടെ
ക്യാപിറ്റലിനെ മൊത്തത്തിൽ ചെറിയ ചെറിയ ഭാഗങ്ങളായി ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവും, വീതിച്ചിട്ടുണ്ടായിരിക്കും. അങ്ങനെ ഓരോ വീതത്തിനും ഓരോ യൂണിറ്റിനും പറയുന്ന പേരാണ് നമ്മളൊരു ഷെയർ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ അതിനാണ് ഷെയർ എന്ന് പറയുക. ഇനി മനസ്സിലാക്കാനുള്ളത് ഹൂ ഈസ് എ ഷെയർ ഹോൾഡർ എന്നാണ്. ആരാണ് ഷെയർ ഹോൾഡർ? ഷെയർ ഹോൾഡ് ചെയ്യുന്ന ആളാണ് ഷെയർ ഹോൾഡർ. എ പേഴ്സൺ ഹൂ ബൈസ് ദ ഷെയർ ഓഫ് എ കമ്പനി ഇസ് കോൾഡ് ദ ഷെയർ ഹോൾഡർ. ആരാണോ കമ്പനിയുടെ ഷെയർ വാങ്ങിക്കുന്നത് ആ വാങ്ങിക്കുന്ന വ്യക്തിയെയാണ് ഷെയർ ഹോൾഡർ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കമ്പനിയുടെ ഷെയർ വാങ്ങിക്കുന്ന വ്യക്തിയെയാണ് ആ കമ്പനിയുടെ ഷെയർ ഹോൾഡർ അഥവാ ഓഹരി ഉടമ എന്ന് പറയുന്നത്. ഇതാണ് അതുമായി ബന്ധപ്പെട്ട ആമുഖമായിട്ടുള്ള കാര്യങ്ങൾ. ഇനി നമുക്ക് ഇതിന്റെ മുകളിലുള്ള ഹെഡിങ്ങിലേക്ക് പോവാം. ഫേസസ് ഓർ കാറ്റഗറീസ് ഓഫ് ഷെയർ ക്യാപിറ്റൽ എന്നാണ്. ഷെയർ ക്യാപിറ്റലിന്റെ വിവിധ കാറ്റഗറികൾ ഏതെല്ലാം? അതിലൊന്ന് ഓതറൈസ്ഡ് ആണ്. ഓതറൈസ്ഡ് ക്യാപിറ്റൽ എന്നാണ്. അതിന് 3 പേരിൽ പറയാറുണ്ട്: ഓതറൈസ്ഡ് ക്യാപിറ്റൽ, രജിസ്റ്റേർഡ് ക്യാപിറ്റൽ അല്ലെങ്കിൽ നോമിനൽ ക്യാപിറ്റൽ. എന്താണ് ഇനി രജിസ്റ്റേർഡ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഓതറൈസ്ഡ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ? ദിസ് ഈസ് ദ ക്യാപിറ്റൽ വിത്ത് വിച്ച് എ കമ്പനി ഈസ് രജിസ്റ്റേർഡ്. കമ്പനി ഏതൊരു ക്യാപിറ്റൽ വെച്ചുകൊണ്ടാണോ രജിസ്റ്റർ ചെയ്യപ്പെടുന്നത്, കമ്പനി രൂപീകരിക്കുന്ന സമയത്ത് അതിന്റെ റെക്കോർഡ്സിൽ കാണിക്കുന്ന ഒരു മെമ്മോറണ്ടത്തിൽ കാണിക്കുന്ന ഒരു എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ ഉണ്ടാവും. ആ ക്യാപിറ്റലാണ് അതിന്റെ ഓതറൈസ്ഡ് ക്യാപിറ്റൽ. ആ ഒരു ക്യാപിറ്റൽ വരെയാണ് പരമാവധി ഒരു കമ്പനിക്ക് ഷെയറുകൾ ഇഷ്യൂ ചെയ്യാൻ പറ്റുള്ളൂ. നോർമൽ കേസിൽ ഇറ്റ് ഈസ് ദ മാക്സിമം എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ ദാറ്റ് എ കമ്പനി ക്യാൻ ഇഷ്യൂ. ഇതാണ് ഒരു കമ്പനിക്ക് ഇഷ്യൂ ചെയ്യാവുന്ന പരമാവധി തുക. ഇപ്പോൾ 10 കോടി രൂപയാണ് കാണിച്ചതെങ്കിൽ ആ 10 കോടി വരെ അവർക്ക് ഷെയർ ആയിട്ട് ഇഷ്യൂ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി അതിൽ മാറ്റം വരുത്താൻ പറ്റും. അപ്പോൾ ആ ക്ലോസുകളൊക്കെ അവർ ഭേദഗതി ചെയ്യണം. അത് വീണ്ടും ലീഗലായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ നോർമൽ കേസിൽ അങ്ങനെയാണ്. രണ്ടാമത്തത് ഇഷ്യൂഡ് ക്യാപിറ്റൽ. ഇഷ്യൂഡ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താ? ഈ ഓതറൈസ്ഡ് ക്യാപിറ്റലിന്റെ ഭാഗമാണ് ഇഷ്യൂഡ് ക്യാപിറ്റൽ. അത് പബ്ലിക്കിന് സബ്സ്ക്രിപ്ഷന് വേണ്ടി ഇഷ്യൂ ചെയ്യുന്ന ഓതറൈസ്ഡ് ക്യാപിറ്റലിന്റെ ഒരു പാർട്ടിനാണ് നമ്മൾ ഇഷ്യൂഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ ഇഷ്യൂഡ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓതറൈസ്ഡ് ക്യാപിറ്റലിന്റെ ഇപ്പോൾ 10 കോടിയാണ് ഓതറൈസ്ഡ് ക്യാപിറ്റൽ എങ്കിൽ അതിൽ നിന്ന് ഇനി പബ്ലിക്കിന് ഇഷ്യൂ ചെയ്യുന്ന ഒരു ഭാഗം ഉണ്ടായിരിക്കും. അപ്പോൾ അതിനൊരു 7 കോടി എടുത്തിട്ട് പബ്ലിക്കിന് കൊടുത്തുവെങ്കിൽ ആ 7 കോടിയാണ് അതിലെ ഇഷ്യൂഡ് ക്യാപിറ്റൽ. ദ റിമൈനിങ് പാർട്ടി ഈസ് കോൾഡ് ആണ് ഇഷ്യൂഡ് ക്യാപിറ്റൽ. അപ്പോൾ അതിൽ ബാക്കി 3 കോടി ഉണ്ടല്ലോ, 10 കോടിയിൽ 3 കോടി കൊടുക്കാതെ വെച്ച ഭാഗം, അതിനാണ് ഇഷ്യൂഡ് ക്യാപിറ്റൽ, ഇഷ്യൂ ചെയ്യാത്ത ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഈ ബാക്കി വരുന്ന പാർട്ടിന്. മൂന്നാമത്തത് സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ. സബ്സ്ക്രൈബ്ഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇഷ്യൂഡ് ക്യാപിറ്റലിന്റെ ഭാഗമാണ് സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ. It is that part of the issued capital which is subscribed by the public. ജനങ്ങൾക്ക് ഇഷ്യൂ ചെയ്യുന്നു, പബ്ലിക്കിന് ഇഷ്യൂ ചെയ്യും കമ്പനി. പക്ഷെ ഇഷ്യൂ ചെയ്താൽ അത് മൊത്തത്തിൽ ആളുകൾ വാങ്ങിച്ചോളണമെന്നില്ല. അതിൽ നിന്ന് ആളുകൾ സബ്സ്ക്രൈബ് ചെയ്തത് അതാണ് സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ. അല്ലെങ്കിൽ ആളുകൾ അപ്ലൈ ചെയ്തത്, ഞങ്ങൾക്ക് വേണം എന്ന രീതിയിൽ കമ്പനിയിലേക്ക് ആപ്ലിക്കേഷൻ വരും. ആ അപ്ലൈ ചെയ്തിട്ടുള്ള ഷെയറുകളാണ് സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഇനി ഈ ബാലൻസ് ഓഫ് ദി ഇഷ്യൂഡ് ക്യാപിറ്റൽ ഈസ് കോൾഡ് അൺസബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ. ഇങ്ങനെ ഇഷ്യൂ ചെയ്ത എല്ലാം സബ്സ്ക്രൈബ് ചെയ്തോളുന്നില്ല. അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യപ്പെടാത്തൊരു ഭാഗം ഉണ്ടായിരിക്കും. അതിന് വിളിക്കുന്ന പേരാണ് അൺസബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ. സബ്സ്ക്രൈബ് ചെയ്യാത്ത ക്യാപിറ്റൽ എന്ന് പറയാം. ഇത് 3 മനസ്സിലായല്ലോ. ഇനി 4ാമത് വരുന്നതാണ് ഹോൾഡ് അപ്പ് ക്യാപിറ്റൽ. ഹോൾഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ്? സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ കമ്പനി അതിന്റെ ഷെയർ ഹോൾഡേഴ്സിനോട് പൈസ അടക്കാൻ പറയും. It is the amount which the company has asked its shareholders to pay. ഒരു കമ്പനി അതിന്റെ ഷെയർ ഹോൾഡേഴ്സിനോട് അടക്കാൻ വേണ്ടി ആവശ്യപ്പെട്ട തുകയാണ് ഈ കോൾഡ് അപ്പ് ക്യാപിറ്റൽ. ദ പോർഷൻ ഓഫ് ദി ഇഷ്യൂഡ് ക്യാപിറ്റൽ വിച്ച് ഹാസ് നോട്ട് യെറ്റ് ബീൻ കോൾഡ് അപ്പ്. ഇനി ഇഷ്യൂ ചെയ്ത ക്യാപിറ്റൽ തന്നെയാണ്, പക്ഷെ അതിൽ വിളിക്കാത്തൊരു പോർഷൻ ഉണ്ടാവും. അത് കമ്പനി വിളിച്ചിട്ടില്ല ഇതുവരെ. ആ വിളിക്കാത്ത ഭാഗത്തെയാണ് അൺകോൾഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അപ്പോൾ കോൾഡ് അപ്പ് എന്ന് പറഞ്ഞാൽ വിളിച്ച ഭാഗമാണ്. അൺകോൾഡ് അപ്പ് എന്ന് പറഞ്ഞാൽ കമ്പനി അടക്കാൻ വേണ്ടി ആവശ്യപ്പെടാത്ത ഭാഗമാണ്, വിളിക്കാത്ത ഭാഗമാണ്. ഓക്കെ, അങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ആളുകൾ പൈസ അടക്കും. അപ്പോൾ 5ാമത്തെ ഒരു കാറ്റഗറിയാണ് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ. ഇറ്റ് ഈസ് ദാറ്റ് പോർഷൻ ഓഫ് ദ കോൾഡ് അപ്പ് ക്യാപിറ്റൽ. ഇത് കോൾഡ് അപ്പ് ക്യാപിറ്റൽ ഇവിടെ കമ്പനി അടക്കാൻ വേണ്ടി ആവശ്യപ്പെടുമല്ലോ. ഈ അടക്കാൻ വേണ്ടി ആവശ്യപ്പെട്ട ആ ഒരു ക്യാപിറ്റലിന്റെ ഭാഗമാണ് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ, വിച്ച് ഈസ് ആക്ച്വലി പെയ്ഡ് ബൈ ദ ഷെയർ ഹോൾഡർ. ഷെയർ ഹോൾഡർ യഥാർത്ഥത്തിൽ അടച്ച തുകയാണ് കോൾഡ് അപ്പ് ക്യാപിറ്റൽ. അതാണ് അടച്ചു തീർത്ത മൂലധനം എന്ന് പറയും മലയാളത്തില്. അതായത് കമ്പനി ഇപ്പോൾ ഒരു ഷെയറുമേ 10 രൂപ വെച്ച് അടക്കാൻ പറഞ്ഞു. അപ്പോൾ എല്ലാ ആളുകളും 10 രൂപ വെച്ച് അടച്ചു. അപ്പോൾ ആ കിട്ടുന്ന പൈസയാണ് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ. ഇനി അങ്ങനെ അടക്കാൻ വേണ്ടി പറഞ്ഞ സമയത്ത് ചിലപ്പോൾ ചില ഷെയർ ഹോൾഡേഴ്സ് പൈസ അടക്കാതിരുന്നാൽ അതാണ് അടക്കാത്തത് എന്നുള്ളതാണ്, അതായത് അൺപെയ്ഡ് ക്യാപിറ്റൽ. അപ്പോൾ അൺപെയ്ഡ് ബാലൻസ് ഓൺ കോൾഡ് അപ്പ് ക്യാപിറ്റൽ. ഈ കോൾഡ് അപ്പ് ക്യാപിറ്റലിന്റെ പുറത്ത്
ബാലൻസ് ആണ്, അടക്കാത്ത ബാലൻസ് ഉണ്ടായിരിക്കും. ഇതിന് പറയുന്ന പേരാണ് അൺപെയ്ഡ് ക്യാപിറ്റൽ, അല്ലെങ്കിൽ കോൾസ് ഇൻ അരിയർ എന്ന് പറയും. കുടിശ്ശികയായിട്ടുള്ള കോൾ എന്ന് പറയും, കോൾസ് ഇൻ അരിയർ. അപ്പോൾ കമ്പനി അടക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു, പക്ഷേ ആളുകൾ അടച്ചില്ല. അടക്കാത്ത ഭാഗമാണ് കോൾസ് ഇൻ അരിയർ അല്ലെങ്കിൽ അൺപെയ്ഡ് ക്യാപിറ്റൽ. ഇനി ആറാമത്തെ ഒരു കാറ്റഗറിയാണ് റിസർവ് ക്യാപിറ്റൽ. ദ ക്യാപിറ്റൽ വിച്ച് ഈസ് റിസർവ്ഡ് ഫോർ വൈൻഡിങ് അപ്പ് ഓൺലി ഈസ് കോൾഡ് റിസർവ് ക്യാപിറ്റൽ. അപ്പോൾ ഈ കമ്പനിയുടെ രജിസ്റ്റേർഡ് ക്യാപിറ്റലിന്റെ ഭാഗമായിട്ട് വരുന്ന ഒരു നിശ്ചിത പോർഷൻ ക്യാപിറ്റൽ ഉണ്ടാവും. അത് കമ്പനി വിളിക്കൂല, കമ്പനി വിളിക്കാതെ മാറ്റി വെക്കും. എന്നേക്ക് വേണ്ടി മാറ്റി വെക്കും. കമ്പനി ഇൻ കേസ് വൈൻഡ് അപ്പ് ചെയ്യുന്ന സന്ദർഭം വന്നാൽ ആ സമയത്ത് മാത്രം വിളിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടെ മാറ്റി വെക്കുന്നതാണ് റിസർവ് ക്യാപിറ്റൽ. അപ്പോൾ ഈ ഒരു ക്യാപിറ്റൽ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും ക്രെഡിറ്റേഴ്സിന് കുറച്ച് താല്പര്യം ഉണ്ടായിരുന്നു. കമ്പനിയുടെ ലിക്വിഡിറ്റി പൊസിഷനിലൊക്കെ അവർക്ക് ഒരു വിശ്വാസ്യത വരും. കമ്പനിയുടെ വിശ്വാസ്യത കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ കമ്പനികൾ ചെയ്യുന്നത്. റിസർവായിട്ട് കുറച്ച് വെക്കും. ഓക്കെ, അപ്പോൾ ഒരു എമർജൻസി വന്നാൽ അവർക്ക് അത് വിളിക്കാമല്ലോ. ഇങ്ങനെ ഒരു വൈൻഡ് അപ്പ് ചെയ്യുന്ന സാഹചര്യം വന്നാൽ അവർക്ക് വിളിക്കാം. ഇത്രയാണ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഇനി റിസർവ് ക്യാപിറ്റൽ ഇപ്പോൾ നമ്മൾ കണ്ട അതും ഇനി ക്യാപിറ്റൽ റിസർവ് ഉണ്ട്, അത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. ക്യാപിറ്റൽ റിസർവ് അത് തമ്മിലുള്ള വ്യത്യാസങ്ങളാണ് നമുക്ക് ഇനിയുടെ നോക്കാനുള്ളത്. ആദ്യം റിസർവ് ക്യാപിറ്റൽ എന്താണെന്ന് നോക്കാം. ഇറ്റ് ഈസ് ക്രിയേറ്റഡ് ഔട്ട് ഓഫ് അൺകോൾഡ് ക്യാപിറ്റൽ. ഇത് വിളിക്കാത്ത ക്യാപിറ്റലിൽ നിന്നാണ് ഈ റിസർവ് ക്യാപിറ്റൽ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലായല്ലോ, കമ്പനി വിളിക്കാതെ വെക്കുക ചെയ്യുന്നത്. അതാണ് റിസർവ് ക്യാപിറ്റൽ ഉണ്ടാക്കുന്നത്. ക്യാപിറ്റൽ റിസർവ് എങ്ങനെ ഉണ്ടാകുന്നത്? ക്യാപിറ്റൽ പ്രോഫിറ്റിൽ നിന്നാണ് ക്യാപിറ്റൽ റിസർവ് ഉണ്ടാകുന്നത്. ഓക്കെ, ക്യാപിറ്റൽ പ്രോഫിറ്റിൽ നിന്നാണ്. നോർമൽ ബിസിനസ് അല്ലാത്ത അബ്നോർമൽ ആയിട്ടുള്ള ഒരു സോഴ്സിൽ നിന്ന് കമ്പനിക്ക് ഒരു പ്രോഫിറ്റ് വന്നാൽ, ഇപ്പോൾ ഒരു ഓൾഡ് മെഷീനറി വിറ്റപ്പോൾ ലാഭം കിട്ടിയാൽ അതൊരു ക്യാപിറ്റൽ പ്രോഫിറ്റ് ആണ്. അങ്ങനെ അതിൽ നിന്നുണ്ടാവുന്നതാണ് ക്യാപിറ്റൽ റിസർവ്. എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ. രണ്ടാമത്തെ, ഇറ്റ് ഈസ് നോട്ട് ഡിസ്ക്ലോസ്ഡ് ഇൻ ദ ബാലൻസ് ഷീറ്റ് ഓഫ് ദ കമ്പനി. റിസർവ് ക്യാപിറ്റൽ എവിടെ കാണിക്കൂല? കമ്പനിയുടെ ബാലൻസ് ഷീറ്റിൽ കാണിക്കൂല. താഴെ ബാലൻസ് ഷീറ്റിന്റെ ഒരു നോട്ടായിട്ടാണ് അത് കാണിക്കുക. എന്നാൽ ക്യാപിറ്റൽ റിസർവ് എവിടെ കാണിക്കും? ബാലൻസ് ഷീറ്റിന്റെ ലാബിലിറ്റി സൈഡിൽ കാണിക്കും, റിസർവ്സ് ആൻഡ് സർപ്ലസ് എന്നുള്ള ഹെഡിങ്ങിന് താഴെ. റിസർവിന്റെ അടുത്ത വ്യത്യാസം, ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഓൺലി അറ്റ് ദ ടൈം ഓഫ് വൈൻഡിങ് അപ്പ്. റിസർവ് ക്യാപിറ്റൽ വൈൻഡ് അപ്പ് സമയത്ത് മാത്രമേ, വൈൻഡിങ് അപ്പ് സമയത്ത് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. ക്യാപിറ്റൽ റിസർവ് നമുക്ക് ഏത് സമയത്ത് വേണമെങ്കിലും കമ്പനിയുടെ ലൈഫ് ടൈമിൽ യൂസ് ചെയ്യാവുന്നതാണ്. നാലാമത്തെ, റിസർവ് ക്യാപിറ്റൽ കനോട്ട് ബി യൂസ്ഡ് ടു റൈറ്റ് ഓഫ് ക്യാപിറ്റൽ ലോസ്. ക്യാപിറ്റൽ ലോസ് റൈറ്റ് ഓഫ് ചെയ്യാൻ റിസർവ് ക്യാപിറ്റൽ എടുക്കാൻ പറ്റില്ല. എന്നാൽ ക്യാപിറ്റൽ റിസർവ് എന്ത് ചെയ്യാൻ പറ്റും? ക്യാപിറ്റൽ ലോസ് റൈറ്റ് ഓഫ് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കാം. അഞ്ചാമത്തത്, ഇറ്റ് കനോട്ട് ബി യൂട്ടിലൈസ്ഡ് ടു ഇഷ്യൂ ബോണസ് ഷെയർ. റിസർവ് ക്യാപിറ്റൽ ബോണസ് ഓഹരികൾ ഇഷ്യൂ ചെയ്യാൻ ഉപയോഗിക്കാൻ പറ്റില്ല. ക്യാപിറ്റൽ റിസർവ് എന്ത് ചെയ്യാൻ പറ്റും? ബോണസ് ഷെയറുകൾ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് യൂട്ടിലൈസ് ചെയ്യാം. ചില ക്യാപിറ്റൽ റിസർവുകളുണ്ട്, ഇപ്പോൾ റിവാലുവേഷൻ പ്രോഫിറ്റ് പോലെയൊക്കെ ഉള്ളത്. അങ്ങനെയുള്ള ഐറ്റംസ് ഒഴികെ സാധാരണഗതിയിൽ ചെയ്യാം എന്നതാണ്. പിന്നെ ആറാമത്തേത്, റിസർവ് ക്യാപിറ്റൽ ഉണ്ടാക്കുക എന്നുള്ളത് നിർബന്ധമുള്ള കാര്യമല്ല. എന്നാൽ ക്യാപിറ്റൽ റിസർവ് എന്നുള്ളത് എന്താണ്? പ്രോഫിറ്റ്, ഇത്തരത്തിൽ ക്യാപിറ്റൽ പ്രോഫിറ്റ് ഒരു കമ്പനിക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവിടെ ക്യാപിറ്റൽ റിസർവ് ഉണ്ടാക്കുക എന്നുള്ളത് നിർബന്ധമാണ്. പിന്നെ റിസർവ് ക്യാപിറ്റലിന് ഒരു സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കണം. ഒരു പ്രത്യേക പ്രമേയം മീറ്റിംഗ് കൂടിയിട്ട് പാസ്സാക്കേണ്ടതായിട്ടുണ്ട്. എന്നാൽ ക്യാപിറ്റൽ റിസർവിന് അങ്ങനെ റെസൊല്യൂഷൻ ഒന്നും പാസ്സാക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ ഇത്രയാണ് ഇത് തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസങ്ങൾ. അപ്പോൾ അതോടുകൂടെ ഇന്നത്തെ ക്ലാസ് അവസാനിച്ചു. നമുക്കിനി അടുത്ത ക്ലാസ്സിൽ ടൈപ്സ് ഓഫ് ഷെയർസ് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.